ഹലോ മുത്തുമണീസ്, എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ എന്താണ് എല്ലാവരും പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തോ? പിന്നെ റമളാനും കഴിയാനായി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കേട്ടോ തുടങ്ങണ വീഡിയോ നമ്മുടെ ഞാൻ ജനിച്ച് വളർന്ന സ്ഥലത്തേക്ക് നമ്മൾ ഒരു ഓർമ്മ പുതുക്കലിന് പോവുക കേട്ടോ. പെട്ടെന്ന് രാത്രി എനിക്കിങ്ങനെ തോന്നി. നമ്മൾ റിയാസ് കാക്ക് ഞാൻ അവിടുത്തെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ റിയാസ് കാക്ക് ആ സ്ഥലം കാണണം എന്നൊരാഗ്രഹം കേട്ടോ. അപ്പം നമ്മൾ പള്ളിക്കുളത്തു നിന്ന് തുടങ്ങണം കേട്ടോ. പള്ളിക്കുളം എന്ന് പറഞ്ഞാൽ അയ്യപ്പങ്കാവിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ശിവങ്കോല് വഴി പോയിട്ട് പള്ളിക്കുളം വഴി കേട്ടോ അങ്ങനെ തിരിച്ചു വരിക. അപ്പോൾ ഈ രണ്ട് വഴി നമ്മുടെ ഓർമ്മയിൽ മറക്കാനാവാത്ത സ്ഥലങ്ങളാട്ടോ. ഇതൊന്ന് പള്ളിക്കുളം എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അപ്പോൾ ഇതാണ് മദ്രസ. ഈ മദ്രസയിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇപ്പോൾ മദ്രസ അപ്പുറത്ത് കേട്ടോ. ഇപ്പോൾ കടകൾ ഫ്രണ്ടിൽ ഇങ്ങനെ ഹോട്ടലും കാര്യങ്ങളും. ഇത് നമ്മുടെ മറയണ തൊടിയാട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ട് അപ്പുറത്ത് കുറേ ഫ്രൂട്ട്സ് കടയും പിന്നെ ഇതൊക്കെ പണ്ട് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കണ്ടത്തിന് ഇപ്പോൾ വലിയൊരു ഓഡിറ്റോറിയം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ഓഡിറ്റോറിയം ഇപ്പം വന്നതാണ്. പണ്ടതൊരു പാടമായിരുന്നു കേട്ടോ, തൊടിയും ഒക്കെ കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ശിവങ്കോല് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. അതിൻ്റെ അമ്പലമാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ നമ്മൾ തിരികെ കേട്ടോ. ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കുറേ നടന്ന സ്ഥലങ്ങളാട്ടോ. ഇതിൻ്റെ അപ്പുറമൊക്കെ കണ്ടങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ നിറയെ അടിപൊളി വാർപ്പ് വീടുകളാട്ടോ. റോഡ് ഇപ്പോൾ ചെറുതായ പോലെ തോന്നുന്നു എനിക്ക്. കാരണം അപ്പുറം കണ്ടങ്ങളൊക്കെ ആയ കാരണേ ആദ്യം നല്ലൊരു കാറ്റും വെളിച്ചും നല്ല നടക്കാനൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ ഈ റോട്ടിൽ കൂടെ. അപ്പം ഞാനിങ്ങനെ റിയാസ് ഖാനോട് ഇന്നലെ രാത്രി പറഞ്ഞു, നല്ല രസമായിരുന്നു അന്നത്തെ കാലം. ഇപ്പോഴത്തെ മക്കൾക്ക് ഇൻ്റർനെറ്റും ഫോണും ഒക്കെയാണ്. പണ്ട് ഞങ്ങളൊക്കെ മണ്ണപ്പം ചുട്ടിട്ടും കോലാറുമ്പ് കളിച്ചിട്ടും ബൊമ്മ കല്യാണം കളിച്ചിട്ടും അങ്ങനെ പല പല കളികളായിരുന്നു. അന്നത്തെ ഒരു കാലം വേറെ തന്നെ അല്ലേ. പൂപ്പറിക്കാൻ വരാമോ എന്നുള്ള ഒരു പാട്ടൊക്കെ പാടിയിട്ടുള്ള കൈകോർത്തുള്ള ഒരു കളിയും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയാണോ? അല്ല, ഇപ്പോൾ വന്നിട്ട് ഒക്കെ ഫോണിലാണ് മുഴുങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ കഥകളിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ രാജ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലേ? ഞാൻ കാണിച്ചു തരാം. അവിടെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പ്രത്യേകതകൾ പറഞ്ഞാൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതും ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഫാത്തിമക്കുട്ടിനെ സ്കൂളിൽ വിട്ടിട്ട് അങ്ങനെ വന്നതാട്ടോ. അതിൽ കൂടെ ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ശിവങ്കോല് വഴി അങ്ങനെ റോട്ടിൽ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് വന്നിട്ട് നമ്മുടെ ഇവിടെ കറ്റക്കുളം എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഇപ്പോൾ ഈ നിൽക്കുന്നത്. ഈ വീടൊക്കെ പണ്ട് എന്താ പറയുക, ഒരു വീടുകളൊന്നുമില്ല, അങ്ങനെ ഇതുപോലെ പരന്നൊരു സ്ഥലമായിരുന്നു. ഇപ്പം എന്താ പറയുക, ഒരേ വീടുകളാട്ടോ. എല്ലാവരും സ്ഥലം വാങ്ങി വീടായി. ഇപ്പോൾ ഇങ്ങനെ പോയാലും നമുക്ക് പള്ളിക്കുളത്തേക്ക് പോകാം, ഇതിന് പോയാലും പള്ളിക്കുളത്ത് പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ റിയാസ് ഖാൻ്റെ ഒരു ഏട്ടൻ്റെ വൈഫുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ അവിടെ ആരും കണ്ടില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഇതൊക്കെ നമ്മൾ വാടകയ്ക്ക് ഇരുന്ന സ്ഥലങ്ങളാട്ടോ. അവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കുഞ്ഞുനാളിൽ ഓരോ വീട്ടിലും വാടകയ്ക്ക് ഇരുന്നിട്ടുണ്ട്. പണ്ട് ഓട്ടുവരിയും ചാളപ്പരിയുള്ള വീടുകൾ ഇപ്പോൾ ഒക്കെ ഫ്ലാറ്റാട്ടോ. അതപ്പോൾ ഇവിടെ ഈ വീടൊക്കെ അന്ന് ഓട്ടുവരിയായിരുന്നു. അപ്പം അതിലൊക്കെ കെട്ടി നല്ല ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് വീട് കുറച്ച് ലെങ്ത് ആവട്ടോ. എന്നാലും നമ്മൾ ചെറുപ്പത്തിൽ വളർന്ന് കടന്ന് കളിച്ച സ്ഥലങ്ങൾ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇപ്പോൾ അന്നൊന്നും ഇത്ര വീതിയൊന്നും ഇല്ല കേട്ടോ റോഡിന്. കുറച്ച് എന്താ പറയുക, പാടങ്ങൾക്കൊക്കെ ഒരു നടവഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കാണുന്ന വീടുകളൊക്കെ ഇപ്പോൾ പുതുതായിട്ട് വന്നതാട്ടോ. പുതിയ ആൾക്കാർ വന്ന് വീട് കെട്ടിയിട്ട്. അപ്പോൾ റിയാസ്ക്ക് പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് ആട്ടോ പോകില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാനും റിൻഷിമോളും ഈ കാണുന്ന ഓട്ടുവരെയൊക്കെ ഞങ്ങൾ കളിക്കണ വീടുകളാണ്. അപ്പോൾ റിയാസ്ക്ക് ഇവിടെ വണ്ടി നിർത്തിയ ശേഷം ഞാനും റിൻഷിമോളും ഇങ്ങനെ നടന്ന് പോകാൻ വിചാരിച്ചു. കുറച്ച് അങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വല്യമ്മാൻ്റെ വീടാട്ടോ. അപ്പം ഞാൻ നോമ്പല്ലേ, വെയിലും ചൂടൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ടൊന്നും കയറിയില്ല. അത്യാവശ്യം നമ്മുടെ ഓർമ്മയിൽ വന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റെ വല്യമ്മാൻ്റെ പഴയ തറവാടാട്ടോ ഈ നിൽക്കുന്ന സ്ഥലം. ഒരു കറുത്ത ഡ്രമ്മ് കണ്ടോ? അത് പക്ഷെ കണ്ടൊക്കെ ഒന്ന് നമ്മൾ നെൽകൃഷിയൊന്നും ഉണ്ടാവില്ല. ഒക്കെ കൊയ്ത് കണ്ടായി കിടക്കുമ്പോൾ ആ ഭാഗത്തുണ്ടല്ലോ, ആ മുക്കിലേക്ക് ഞങ്ങൾ പോകും ബാത്റൂമിലേക്ക്. പിന്നെ ഇത് നമ്മുടെ കനാല്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് തെങ്ങുകൾ നിൽക്കുന്നുണ്ട് നിറയെ. അവിടെ അപ്പുറത്ത് കുളമുണ്ട്. അങ്ങനെ ആ നിറയെ തെങ്ങ് നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് കുളം. ഞങ്ങൾ കുളിക്കാൻ പോകും. തോടൊക്കെ വേണമെങ്കിൽ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. പോണോ? പാടം വരുമ്പോൾ ഞാൻ ഇതുണ്ട് ഈ പാടത്ത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്.
ഇവിടൊക്കെ ഇതൊക്കെ മൊത്തം പാടായിരുന്നു. ഇതൊക്കെ മൊത്തം പാടായിരുന്നു. ഇപ്പോൾ വീടായതാണ്. ഇത് മൊത്തം പാടമെന്ന് പറഞ്ഞാൽ പാടാം. അപ്പുറത്തൊരു കുളമുണ്ട്, ഇപ്പുറത്തൊരു കുളം. ഈ ചെറുതപ്പോൾ ഇവിടെയൊക്കെ അതിര് കെട്ടിയും തോന്നുന്നു അവർ. തോടൊക്കെ കാണിച്ചു തരാം കേട്ടോ. തോതാ സെമിൻ്റെ വീടാണ് ആ കാണുന്നത്. ഞങ്ങൾ പണ്ട് ഇതിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോവും. ഇതിൽ കൂടെ ഇങ്ങനെ പോയാൽ അങ്ങോട്ട് പോയാൽ തറത്തപ്പടി എത്തി. തറത്തപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തും നല്ല അതിമനോഹരമായ നമ്മുടെ പാലക്കാട് പച്ചവർണ്ണം. ഞാനൊക്കെ അതിലൊക്കെ ഇറങ്ങിയിട്ട് മീൻ പിടിക്കും. ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ ഈ തോടിലൊക്കെ എത്ര ബാത്റൂമിലേക്ക് വന്നിട്ടുണ്ടെന്ന് അറിയാം. ചെറുപ്പത്തിൽ ഇവിടുന്ന് അടി പേയിനെ കണ്ടു ഞാൻ. അവിടുന്ന് ആ മരത്തിൻ്റെ അവിടുന്ന് രാത്രി പേയ് ഇങ്ങനെ വരുന്നത്. രാത്രി ഒരു 10 മണിക്കൊക്കെ പോയിട്ട് നമ്മുടെ പണ്ടത്തെ തോടിനൊക്കെ ചിലപ്പോൾ എന്നെ പരിചയം ഉണ്ടാവും. ഞാൻ നിൻ്റെ പ്രായത്തൊക്കെ ഇവിടെയാണ്. പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വരുന്നു ഗൈസ്. എൻ്റെ പാടം കനാൽ വെയിലായതുകൊണ്ടേ അറിയണില്ല. അപ്പോൾ ഒരു ഓർമ്മയ്ക്ക് അതാണ് മോഴിപുലം പറയുന്നത്. ആസ്യാമ്മേൻ്റെ വീടൊക്കെ ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ആസ്യാമ്മേൻ്റെ പണ്ടത്തെ കനാൽ. ഞങ്ങൾ ഈ ഓവി കൂടെ ഒക്കെ ഇങ്ങനെ കല്ലെറിഞ്ഞിട്ടും ഇതാ നോക്ക് അടിപൊളിയില്ലേ. കനാല് മക്കളെ, കനാല് പണ്ടത്തെ കനാൽ ഇപ്പോഴും അതുപോലെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കുട്ടിക്കാലം കഴിഞ്ഞ ഒരു സ്ഥലത്ത് കാട്ടാ വന്നിട്ടുള്ളത്. നോക്ക് അടിപൊളി. നമ്മുടെ പച്ചവർണ്ണം പാലക്കാട് പറയില്ലേ, അടിപൊളി. ഞാനൊക്കെ എത്ര ഇവിടെ വന്നിട്ട് ഇവിടെ ഇരിക്കുക. ഞങ്ങൾക്ക് ബാത്റൂമൊന്നുമില്ല, ഇവിടെയാണ് വന്നിരിക്കുക. അവിടെ 2 കുളമുണ്ട്, മയിലുണ്ട്. മയിലൊക്കെ ഇങ്ങനെ വരും. എൻ്റെ കാണുമ്പോൾ ഒരു സങ്കടം. ഈ വരമ്പുകളൊക്കെ ഉണ്ടല്ലോ, ഇത്ര വീതിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പാലത്തിൻ്റെ അടുക്ക് വരുന്നത് ആ ഒരു നടവഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നല്ല വീതി ഉണ്ട് കേട്ടോ. അതുപോലെ സ്ലാപ്പൊക്കെ ഇട്ടിട്ട് അവർ അവിടെ തടഞ്ഞു നിർത്തി അപ്പുറത്തെ വഴിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതേ ഇതിൽ കൂടെ പോവുക. ഇത്ര വീതിയൊന്നും ഉണ്ടായിരുന്നില്ല വഴി. നെൽകൃഷിയൊക്കെ കൊയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ആ കണ്ടത്തൊക്കെ വന്നിങ്ങനെ കളിക്കും. ഈ സ്ലാപ്പ് ഉണ്ടല്ലോ, ഈ സ്ലാപ്പൊക്കെ ഇപ്പോൾ വെച്ചതാണ്. ആദ്യം എന്താ പറയുക, ഒരാൾക്ക് നടക്കാനുള്ള വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നോക്ക് വണ്ടി പോകാനുള്ള വീതി ആക്കിയിട്ടുണ്ട് അവർ. പിന്നെ ഈ ഞാൻ പോണ വഴിയുണ്ടല്ലോ, ആ വഴീൻ്റെ അവിടെ ഒരു ബാത്റൂമില്ലേ, ആ ബാത്റൂമിൻ്റെ അവിടെ ഒരു പൂളമരം ഉണ്ടായിരുന്നു കേട്ടോ. ആ പൂളമരത്തിൽ നമ്മുടെ വേണ്ടപ്പെട്ട ഒരു ചേച്ചിൻ്റെ മകൻ ഷോക്കടിച്ച് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ആ ഓർമ്മ വന്നു കേട്ടോ എനിക്ക്. ഈ ഭാഗത്തായിട്ടാണ് അവൻ ഷോക്കടിച്ച് മരിച്ചത്. അപ്പോൾ ആ പൂളമരം ഇല്ല കേട്ടോ. ആ പൂളമരത്തിൻ്റെ അവിടെ ഇപ്പോൾ ഒരു വീടാണ്, നമ്മൾ അറിയുന്ന ഒരു താത്താൻ്റെ വീടാണ് കേട്ടോ. പോയപ്പോൾ ആരെയും കണ്ടില്ല, പരിചയമുള്ള ആരും എല്ലാം നോൽമ്പൊക്കെ ആയതുകൊണ്ട് കുറഞ്ഞെന്ന് തോന്നുന്നു. അവർ പഴയ സാധനങ്ങളൊക്കെ മേടിക്കുന്ന ആൾക്കാരാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നിറയെ വഴിയിലൊക്കെ അതും ഇതൊക്കെ കിടക്കുന്നുണ്ട്. ഒരു ഇതില്ല, അച്ചറായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വലിയൊരു പൂളമരം ഉണ്ടായിരുന്നു. പിന്നെ നേരെ പോണ വഴി കണ്ടോ, ഈ വഴിൻ്റെ തൊട്ടാണ് ഞാൻ എന്താ പറയുക പിന്നെ വലുതായതും എല്ലാം ഈ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. പക്ഷെ ആ വീട്ടിലിപ്പോൾ സീറ്റ് ഫ്രണ്ടിലേക്ക് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിനു മുമ്പ് സീറ്റില്ല, ഒറ്റൊരു പെര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ് കേട്ടോ ഈ സീറ്റൊക്കെ. ഇവിടെ പാരിയിരിക്കണം അല്ലേ, എൻ്റെ തറവാട് വീടുന്ന സ്ഥലം. ബോണ്ടാസ്കർ സുഹൃത്താത്താറ വലിയ ഇതിൽ കൂടെ ഒക്കെ എത്ര ഞാൻ പോയിട്ടുണ്ടെന്ന് തിരിച്ചു വന്നു ഞങ്ങൾ. എത്ര കാലമല്ലേ ഇവിടെ പോയാൽ ആ പാടത്തേക്ക് അതിയെ പോണത് ഇതിയെ പോകാൻ മാത്രം. ഈ വീടുകളൊക്കെ ഇപ്പോൾ വന്നതാണ്. റിയാസ്ക്ക് വരാനിട്ട് വന്നില്ലേ. ആണ് നമ്മുടെ ആദ്യം ഇരുന്ന സ്ഥലം. ഇതിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ അങ്ങനെ പോയാൽ വല്യമ്മാൻ്റെ വീട്, പള്ളിക്കുളം. ഇത് സുഹൃത്താത്താൻ്റെ വീടായി, വീടൊക്കെ കെട്ടി. ഇത് സുഹൃത്താത്താൻ്റെ വീട്, മോസിൻ്റെ. ഇതൊക്കെ ഇപ്പോൾ വീടുകൾ നിറഞ്ഞടി. ഇതിലാണ് ജംഗ്ഷനും മരിക്കല്ലേ. പൊട്ടക്കുളം പറയുന്നത് ആ കുളം, ഒരു കുളമുണ്ട്. എന്തായാലും സ്ഥലേ അറിയാണ്ടായിന്ന് വീടൊക്കെ പെരുത്ത്. വെല്ലുമേനടുക്ക് മാത്രം പോയില്ല. ഇതാണ് സാജിൻ്റെ വീട്. ഞങ്ങൾ കളിക്കാൻ പോണ വീട് അപ്പുറത്ത്, ഈ വീടിൻ്റെ അപ്പുറത്ത്. ഞങ്ങൾ മത്സരമൊക്കെ നടത്തൂലേ ഈ വഴി. ഈ വീടുകൾ മൊത്തം ഗ്രൗണ്ടാണ്. ഇപ്പോൾ നമ്മൾ ആ സ്ഥലം പറഞ്ഞറിയിക്കണം കേട്ടോ. അന്നത്തെ ഒരു
വഴിയും ഇടവഴിയും ഒക്കെ ഒരു ഓർമ്മകൾ എന്ന് തന്നെ പറയാം. പണ്ടത്തെ ഒന്നുമില്ല ഇപ്പോൾ കേട്ടോ, അവിടെ ഒക്കെ മാറി മാറി വർഷങ്ങൾ തോറും സ്ഥലങ്ങളും വീടുകളും ഒക്കെ മാറി മാറി വരികയാണ്. നമ്മൾ ഇരുന്ന പോലെയല്ല കേട്ടോ, അപ്പോൾ വീടുകളോടെ നിറഞ്ഞു തിങ്ങിപ്പാർന്ന പോലെയാണ് വീടുകൾ വന്നിക്കണം. നമ്മുടെ ആ ഓർമ്മയിലുള്ള സ്ഥലം, അന്നൊരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് വീഡിയോ ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കാം. പക്ഷെ അന്ന് നമുക്ക് ഫോണൊന്നും ഇല്ലല്ലോ. ഈ കാണുന്നതെല്ലാം എന്താ പറയുക, നല്ല മാറ്റമുണ്ട് കേട്ടോ. അന്നൊന്നും വണ്ടികളെ പോകില്ലായിരുന്നു, ഇപ്പോൾ എല്ലാം നല്ല സ്ഥല സൗകര്യം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് അങ്ങനെ പിന്നെ ഞാനിരുന്ന ചാളപ്പരയൊക്കെ ഉണ്ട്, നമ്മൾ അങ്ങോട്ട് പോയില്ല. പിന്നെ അങ്ങനെ നമ്മൾ നേരെ പള്ളിക്കുളത്തേക്കാട്ട വന്ന് പള്ളിക്കുളം വഴി പിന്നെ ഇവിടെ ഒരു വീട്, ഇത് ഈ ഒരു ലൈന് വീടാട്ടോ. ലൈന് വീട് വാടക വീടാണ്, 3500 വാടക. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ നോക്കിയിരുന്നതിനുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ നമ്മുടെ പള്ളിക്കുളത്ത് ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറി വന്നു. എന്താ പറയുക, നമ്മുടെ പഴയ കാലം ഇനി തിരിച്ചു വരില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ പഴയ കാല ഓർമ്മകൾ അല്ലേ. എന്ത് തോന്നിയെന്നറിയില്ല, എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ അതൊരാഗ്രഹം വന്നു കാണണം എന്ന്. അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ വന്നു കേട്ടോ. ഒരാഗ്രഹം എല്ലാം കാണണം എന്നൊരു പൂതി. അങ്ങനെ ഞങ്ങളിങ്ങനെ വന്ന് 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 നമ്മൾ റോഡ് എത്തിയിട്ട് ഇതാണ് പള്ളിക്കുളം. ഞങ്ങൾ സ്കൂളിൽ പോകാനും മദ്രസക്ക് പോകാനും ഒക്കെ, സ്കൂളിൽ പോകാനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ബസ് സ്റ്റോപ്പാട്ടോ അത്. ഇവിടെ ബസ്സൊക്കെ നിർത്തും. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ഇതാണ് പള്ളിക്കുളം കേട്ടോ. ഇവിടെയാണ് കുറേ കാലം നമ്മൾ ബസ് കാത്ത് നിന്ന സ്ഥലം. അങ്ങനെ നമ്മുടെ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അസ്സലാമു അലൈക്കും.